നമസ്കാരം. നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇന്നത്തെ കാലത്ത് ടെൻഷൻ ഇല്ലാത്ത ആളുകളേ ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലും ടെൻഷനാണ്. പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിലുണ്ടായ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങളുടെ ഫലമായി സ്ട്രെസ് അഥവാ ടെൻഷൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകളിലും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇതിൻ്റെ യഥാർത്ഥ പ്രതിവിധി എന്താണ് എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്തു പോകാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ടെൻഷൻ എന്നത് നമ്മുടെ ഉള്ളിലുള്ള വിവിധ കാര്യങ്ങളോടുള്ള ഭയവും ഉത്കണ്ഠയും ആത്മവിശ്വാസക്കുറവും മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ശരിയല്ലേ? നമ്മളുടെ ഉള്ളിലുള്ള ഭയമാണ് നമ്മളെ ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഇത് പ്രധാനമായും 3 കാര്യങ്ങളിലാണ്. ചില ആളുകൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് അനാവശ്യമായി ടെൻഷൻ അടിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവുമില്ലെന്നും പാസ്റ്റ് ഈസ് പാസ്റ്റ് ഓർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ് എന്ന തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് തിരുത്താനോ അതിനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനോ ഒന്നും സാധിക്കുകയില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതല്ലാണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റു ചില ആളുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ സംഭവിക്കും, സാമ്പത്തിക ബാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ നേരിടും, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും, രോഗാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, അത്തരത്തിൽ നിലവിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെ ഓർത്ത് പ്രശ്ന പരിഹാരം ചിന്തിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ പറ്റി മാത്രം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഒക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഉത്തരം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ഒരു സ്കില്ലാക്കി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിവിധ രീതിയിലൂടെ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള അതീന്ദ്രിയ ശക്തിയോട് നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം തേടാവുന്നതാണ്. അത് മെഡിറ്റേഷൻ പോലെ, ദൈവവിശ്വാസികളാണെങ്കിൽ പോസിറ്റീവായ വാക്കുകൾ, പ്രത്യേകം പറയുന്ന പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മളുടെ ഉപബോധ മനസ്സിനോട് നമ്മുടെ ആത്മാവിനോട് തേടാം. അതുമല്ലെങ്കിൽ ഓപ്പന പോലെയുള്ള പ്രയർ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാം. പരിഹാരമാണ് തേടേണ്ടത്, പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്. പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളിൽ ടെൻഷൻ വരുന്നത്, സ്ട്രെസ് കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വിദ്യകളൊക്കെ പരിശീലിക്കുന്നതിന് മറ്റൊരു ആളുടെ വിദഗ്ധരുടെ ആവശ്യമുണ്ടെങ്കിൽ സംശയം കൂടാതെ, ഒരു മടിയും കൂടാതെ അത്തരത്തിലുള്ള നല്ല ഗുരുക്കന്മാരെ, നല്ല ആളുകളെ കണ്ടെത്തി അവരുടെ ഉപദേശം തേടി ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മൂന്നാമത്തെ ഒരു വിഭാഗം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളുടെ പ്രവൃത്തികളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ രീതികളും മാറ്റുക, നന്നാക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മൾ അനാവശ്യമായി നടക്കും എന്ന് വിചാരിച്ച്, നടക്കാൻ സാധ്യത വളരെ കുറവുള്ള പല കാര്യങ്ങളിലും നടക്കും എന്ന് വിചാരിച്ച് ഭയം കൊണ്ട് നടന്ന് അത് സ്ട്രെസ്സായി വളർന്ന് കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മരണത്തെയും അസുഖങ്ങളെയും ഓർത്ത് സ്ഥിരമായി ടെൻഷൻ അടിച്ചു കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. മക്കളുടെ ഭാവിയെ പറ്റി ഓർത്ത് സ്ഥിരമായി ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. വരാനിരിക്കുന്ന നല്ല ജോലിയെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഏതോ അപകടം, വാഹനാപകടം പോലുള്ള എന്തോ അപകടം നമ്മൾക്ക് സംഭവിച്ചെങ്കിലോ എന്ന് കരുതി ഇപ്പോഴേ ടെൻഷൻ അടിച്ച് നടക്കുന്ന, ആ ടെൻഷനിലൂടെ ശരീരത്ത് വിവിധങ്ങളായ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന അസുഖങ്ങൾ പലരും വരുത്തിവെച്ച് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇത്തരത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡായി നടക്കുക എന്നതിനർത്ഥം നമ്മളെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയം പിടികൂടിയിരിക്കുന്നു എന്നല്ലേ അർത്ഥം. നമ്മളിൽ ആത്മവിശ്വാസക്കുറവുണ്ട് എന്നതല്ലേ അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്, ഇത് നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നമ്മൾക്ക് ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം മുന്നോട്ട് ഉണ്ടാവുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ ഈ ഭയത്തിൽ നിന്നും ഈ സ്ട്രെസ്സിൽ നിന്നും മുക്തി നേടാനുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മളുടെ സ്ട്രെസ്സിൻ്റെ 90% കാരണം ഭയങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മളുടെ ഉള്ളിലുള്ള ഭയത്തെ, സ്ട്രെസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം എന്താണ് എന്ന രീതിയിലേക്ക് ചിന്ത കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഇത്രയും കാലങ്ങളായി ഈ കണ്ട വയസ്സിനിടയ്ക്ക് നമ്മൾ ഭയന്ന് ടെൻഷൻ അടിച്ച് നടന്നിരുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതും വളരെ ചെറിയ ശതമാനം മാത്രം ആളുകൾക്ക് സംഭവിക്കുന്നതും വളരെ ചെറിയ ശതമാനം മാത്രം നടക്കാൻ സാധ്യതയുമുള്ള കാര്യങ്ങളെ പറ്റി ഓർത്തിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം ഈ സ്ട്രെസ്ഡായി ടെൻഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. ഉദാഹരണത്തിന്, പാമ്പ് കടിക്കുമോ? പാമ്പിനെ എല്ലാ ആളുകൾക്കും ഭയമാണ്. പാമ്പ് കടിക്കുമോ എന്നുള്ള ഭയം, പാമ്പുണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടു നടന്ന ആളുകൾ ഓരോരുത്തരായി ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയോ. എത്രയോ കാലങ്ങളായി പാമ്പിനെ നമ്മൾ ഭയക്കുന്നു. ഈ ഭയം കൊണ്ടു നടന്ന കാലത്ത് എപ്പോഴെങ്കിലും നമ്മളെ പാമ്പ് കടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പാമ്പിനെ കണ്ട അവസരങ്ങൾ എത്ര ചെറുതാണ്. എത്രയോ ചെറിയ തവണകൾ മാത്രമാണ് നമ്മൾ പാമ്പിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ വളരെ വിരളമായി മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള പാമ്പ് കടിക്കുക എന്ന് പറയുന്ന സംഭവം, പാമ്പ് നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ആ ഭയം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത്രയും കാലങ്ങളായിട്ട് കടിച്ചില്ലല്ലോ. നമ്മളുടെ ഭയം മാത്രമായിരുന്നില്ലേ? അതൊക്കെ വളരെ സാധ്യത മാത്രം കുറഞ്ഞ ഒരു സംഭവത്തെ പറ്റി ഓർത്തല്ലേ നമ്മൾ ഇത്രയും കാലം ടെൻഷൻ അടിച്ചു കൊണ്ട് നടന്നിരുന്നത്. അപകടങ്ങളെ പറ്റി, അപകടങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ നെഗറ്റീവായ വാർത്തകളിൽ ആ അപകടം എന്ന ചിന്തയിൽ മാത്രം നമ്മൾ ചെറുപ്പം മുതൽ കൊണ്ടു നടക്കുകയാണ്. യാത്ര ചെയ്യാൻ ഭയമാണ്. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ റോഡ് സൈഡിൽ കൂടെ നടന്നും സൈക്കിളിലും കാറിലും ബസ്സിലും ഒക്കെ സഞ്ചരിച്ചിട്ടും വളരെ ചെറിയ ശതമാനം, വിരലിലെണ്ണാവുന്ന ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമല്ല ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ സംഭവിക്കാൻ വളരെ സാധ്യത കുറവുള്ള കാര്യങ്ങളെ പറ്റിയാണ് കൂടുതലായും നമ്മൾ ഓർത്ത് ഭയന്ന് ടെൻഷൻ അടിച്ച് നടന്നിരുന്നത്. നമ്മൾ ഈ അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചിരുന്നത്, ജീവിതം നരകതുല്യമാക്കിയത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കിൽ പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ടെൻഷനെയും ഭയത്തെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്നൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ വിശകലനം ചെയ്ത് ആത്മസംയമനത്തോടു കൂടി ഇതിനെയൊക്കെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോയ ഒരു കുട്ടി തിരിച്ച് വൈകിട്ട് 4 മണിക്കാണ് സ്കൂൾ ബസ്സിൽ തിരിച്ചു വരേണ്ടത് എങ്കിൽ 4:05 ബസ് വന്നില്ല, നമ്മളുടെ ഉള്ളിൽ ചെറിയ ടെൻഷൻ വരും. 4:10 ബസ് വന്നില്ല, വീണ്ടും നമ്മൾ കുറച്ചുകൂടി ടെൻഷൻ കൂടും. 4:20 ആകുമ്പോഴത്തേക്കും നമ്മളുടെ കൺട്രോൾ മെല്ലെ പോയി തുടങ്ങും. 4:25 ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഭയങ്കരമായി ടെൻസ്ഡ് ആവും. നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്തായിരിക്കും? ഇത്തരം സാഹചര്യങ്ങളിൽ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കും. അപകടം പറ്റുന്നതിനെ പറ്റി, ആ സ്കൂൾ ബസ്സിന് അപകടം പറ്റുന്നതിനെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിരിക്കുമോ, വഴിതെറ്റി വേറെ എവിടെയെങ്കിലും പോയിരിക്കുമോ, അത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താറ്. അതിനു പകരം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു ടയർ പഞ്ചറായതായിരിക്കും, അത് ടയറൊക്കെ മാറിയിട്ട് വേഗം വരുമായിരിക്കും, അല്ലാണ്ട് ഇത് വേറൊന്നും സംഭവിച്ചതല്ല, വേറൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിച്ച് ആശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ. ഏറ്റവും ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത മറ്റെന്തോ സംഭവിച്ചു എന്നുള്ള നെഗറ്റീവ് ചിന്തയല്ലേ? ഇതാണ് നമ്മളുടെ ചിന്തയുടെ പ്രശ്നമാണ്, മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്, വിശകലനത്തിന്റെ പ്രശ്നമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിൽ
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ആദ്യം അതിനെ വിശകലനം ചെയ്യുക, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യത്തെ പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ടെൻഷൻ അടിച്ചതുകൊണ്ട് പ്രശ്നം കൂടുകയല്ലാണ്ട് കുറയുകയില്ല എന്ന് മനസ്സിലാക്കുക. താക്കോലില്ലാതെ ഒരു താഴു മാത്രം, പൂട്ടു മാത്രമായിട്ട് ഇന്നേ വരെ ലോകത്ത് ഒരു കൊല്ലനും ഒരു കമ്പനിയും സൃഷ്ടിച്ചിട്ടില്ല. ഒരു പൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നതിനാവശ്യമായ ഒരു താക്കോൽ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ താക്കോൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ. അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വരും സമയത്ത് ഇതിന് ഒരു ഉപദേശം വേണമെങ്കിൽ അത്തരത്തിൽ വിദഗ്ധരായ ആളുകളുടെ, ഇതിൻ്റെ യഥാർത്ഥ വശം സയൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിദഗ്ധരായ ആളുകളുടെ സഹായം തേടുന്നതിൽ തെറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതൊരു കുറച്ചിലായി കാണേണ്ടതേയില്ല. ഇത്തരത്തിലുള്ള ടെൻഷൻ, സ്ട്രെസ് പോലെയുള്ള മറ്റ് ജീവിതത്തിലുള്ള മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നില്ല, അതിനു വേണ്ട ഒരു ആത്മസംയമനം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായും ഓഫ്ലൈനായും സേവനങ്ങൾക്ക്, വിവിധങ്ങളായ സേവനങ്ങൾക്ക് വേണ്ടി, ഹീലിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരാൻ വേണ്ടി എനിക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. ആ കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണും വരെ എല്ലാവർക്കും ശുഭ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.